ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ് ഗായ്സ്. എൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണ്. എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പിയാണ്. സോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അതിൻ്റെ റെസിപ്പീന്ന്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നല്ല അടിപൊളി പ്രോൺസ് ആണ്. ഞാനിത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിച്ചതാണ്. പിന്നെ തക്കാളി, സവോള, ഇച്ചിരി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇടാം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രൗണിഷ് കളറാകുമ്പോൾ ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. എന്തിനാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോസ്റ്റിനൊരു ക്രിസ്പി ഫീല്, ആ ചെമ്മീൻ അങ്ങ് തിന്നുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യാനും ഒരു ഫ്രൈ ചെയ്തത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് വേവിച്ചിട്ടും പ്രോൺസ് ഫ്രൈ ചെയ്യാതെയും നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. എങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അതിൽ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ ഈ സവോള വഴറ്റുന്നത്. കുറേ ടൈം എടുക്കും, എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം വഴറ്റിയതിന് ശേഷം സവോള, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇടാൻ ശ്രമിക്കുക. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടേക്കുന്നത് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തേക്കുന്ന കേട്ടോ. സോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇടുക, പിന്നെ സവോളയൊക്കെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഒന്ന് ചെറിയ ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ആണെങ്കിൽ ഇങ്ങനെ സ്മോൾ പീസസ് ആയിട്ട് അരിഞ്ഞിടാം. അതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ച് ചെറിയൊരു പേസ്റ്റ് പരുവത്തിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. എനിക്കിങ്ങനെ ഇത് പീസായിട്ട് അരിഞ്ഞിടുന്നതാണ് ഇഷ്ടം. അതങ്ങനെ നന്നായി വഴണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ ടൊമാറ്റോ അതിലേക്ക് എടുക്കും, നല്ല ടേസ്റ്റാണ്. അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അതിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എനിക്ക് കൈയളവാണ് കേട്ടോ ഉപ്പിടുമ്പോൾ. ഇതുവരെ എന്തോ ഭാഗ്യം കൊണ്ട് ഉപ്പ് കൂടാറില്ല. കുറഞ്ഞാൽ അങ്ങനെ കറക്റ്റ് അളവായിരിക്കും ഞാനിങ്ങനെ ഇടുമ്പോൾ. എനിക്ക് കൈയളവിലാണ് ഉപ്പിടാൻ ഇഷ്ടം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്യാം. വേറൊന്നുമല്ല, ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പൂൺ, വലിയ ടേബിൾ സ്പൂണൊക്കെ ഇടാം. ഞാൻ നോർമൽ മുളക് പൊടി എടുക്കുന്നതുകൊണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഗരം മസാല ഇച്ചിരി ഇട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് പ്രോൺസ് റോസ്റ്റാണ്. അപ്പോൾ പ്രോൺസിൻ്റെ ടേസ്റ്റ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മസാലകൾ കുറച്ചിട്ടാൽ മതി. ദെൻ നമ്മളിതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആ മുളക് പൊടിയുടെയൊക്കെ ഒരു എസൻസ് അങ്ങ് ഉണ്ട്, ആ വേവിച്ച വെള്ളം. അത് നമ്മളിതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ച് കൊടുക്കുക. നന്നായി തിളപ്പിച്ചൊരു 5 മിനിറ്റോളം നന്നായി കുറുകി വരും അത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെമ്മീനിട്ട് കൊടുക്കുക. ചെമ്മീനിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഇങ്ങനെ പുരട്ടി അങ്ങ് എടുക്കണം. എൻ്റെ പൊന്നോ, ഈ സമയത്ത് വരുന്ന സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടൊരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഇത് നന്നായി നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കുക. അടച്ചു വെച്ചാലും കുഴപ്പമില്ല. ആ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്, ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ആഫ്റ്റർ 3 മിനിറ്റ്സ് നമ്മളുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ആനന്ദപുളകിതയാകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഞാനിത് എങ്ങനെ കഴിച്ചതെന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആ ചട്ടിയിൽ ഇച്ചിരി ചോറൊക്കെ ഇട്ട് അങ്ങ് കൂട്ടി പുരട്ടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്.
സോ അതങ്ങ് പെരട്ടി ഒരു വലിയ ഉരുളാക്ക അങ്ങ് വായിൽ വെച്ചപ്പോൾ ഊഫ് എൻ്റെ പൊന്നേ എനിക്ക് വയ്യ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ.